ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മൊളാരിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ മൊളാരിറ്റി എന്താണെന്ന് എല്ലാവർക്കും അറിയാം, അതായത് നമ്പർ ഓഫ് സൊല്യൂട്ട് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 1000 ആണ് യൂഷ്വലി മൊളാരിറ്റിയുടെ ഇക്വേഷൻ വരുന്നത്. സോ മൊളാരിറ്റി ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ M വെച്ചാണ്. അപ്പം നമുക്ക് മൊളാരിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനി കുറച്ച് ചെയ്ത് നോക്കാം. So first of all, question ചോദിച്ചാൽ 0.2 mol of HCl and 0.2 mol of barium chloride were dissolved in water to produce 500 ml solution. The molarity of Cl minus ions is. അതായത് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നമ്മുടെ HClൻ്റെ മോള് അത് തന്നിട്ടുണ്ട്, അതുപോലെ ബേരിയം ക്ലോറൈഡിൻ്റെ നമ്പർ ഓഫ് മോൾസും തന്നിട്ടുണ്ട്. പിന്നെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു 500 ml സൊല്യൂഷൻ ഉണ്ടായെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് Cl മൈനസിൻ്റെ മൊളാരിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഇക്വേഷൻസ്, ജനറൽ ഇക്വേഷൻസ് നമ്മൾ ആദ്യം ഒന്ന് എഴുതി നോക്കാം. ഇപ്പോൾ HCl ആണെങ്കിൽ HCl എങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുന്നു? HCl ആണെങ്കിൽ H+ ആയിട്ടും അതുപോലെ Cl മൈനസ് ആയിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താ ശ്രദ്ധിക്കേണ്ട സെക്കൻഡ് കാര്യം, ബേരിയം ക്ലോറൈഡ് ആണെങ്കിലോ BaCl2 ആണ്. സോ അതെന്താണ്, Ba2+ഉം അതുപോലെ 2Cl മൈനസുമായിട്ടാണ് അത് ഡിസോസിയേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഇത് 0.2 മോളാണ്. അതുപോലെ ഇതെന്തായിരിക്കും 0.2 മോൾ, ഇത് എന്താണ് 0.2 മോൾ. ഇവിടെ വരുമ്പോഴും സെയിം കേസാണ് 0.2 മോള്. അതുപോലെ ഇവിടെ 2 മോൾ Cl മൈനസ് ഉണ്ട്. സോ 0.2 ഇൻറ്റു 2 എന്ന് പറയുമ്പോഴത്തേക്കും 0.4 മോൾസ് എന്ന് വരുന്നു. ഓക്കെ, ഇവിടെ 0.2, ഓക്കെ 4 മോൾസ് എന്ന് വരുന്നു. അപ്പം ഇവിടെ നമ്മൾ ക്ലോറിൻ്റെ മാത്രം കണ്ടാൽ മതി അല്ലേ. അപ്പോൾ ക്ലോറിൻ്റെ മാത്രം കാണാനായിട്ട് ഈ 2 ക്ലോറിൻ്റെ സം എടുക്കുമ്പോഴത്തേക്കും 0.2 മോൾ പ്ലസ് 0.4 മോൾ എത്ര കിട്ടും? 0.6 മോൾസ് എന്ന് കിട്ടുന്നു. ഓക്കെ, അത്രയും കിട്ടിയില്ലേ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ മൊളാരിറ്റിയുടെ ഇക്വേഷൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ ടോട്ടൽ വോളിയം ഇൻ മില്ലിലിറ്റേഴ്സ് ഇൻറ്റു 1000. ഓക്കെ, ഇനി എത്ര വരും? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എത്ര കിട്ടിയത്? നമുക്ക് 0.6 ആണ് കിട്ടിയത്. ടോട്ടൽ വോളിയം എന്ന് പറയുമ്പോൾ 500 ml ആണ് മേക്കപ്പ് ചെയ്തത്, ഇൻറ്റു 1000 വരും. ഓക്കെ, ഇത് ജസ്റ്റ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ കിട്ടും. സോ ഇതിൻ്റെ ആൻസർ എത്ര വരും എന്ന് പറയുമ്പോഴത്തേക്കും 2, ദാറ്റ് ഈസ് 1.2 മോളാർ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനും മൊളാരിറ്റി റിലേറ്റഡ് ക്വസ്റ്റ്യനാണ്. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഈസ് 63% നൈട്രിക് ആസിഡ് ബൈ മാസ് ആൻഡ് ഹാസ് എ ഡെൻസിറ്റി ഓഫ് 1.4 gram per milliliter. How many milliliters of the solutions are required to prepare 250 ml of a 1.2 molar nitric acid solution? അപ്പം നമുക്കിവിടെ തന്നേക്കുന്ന അനുസരിച്ച് ഒരു സൊല്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നൈട്രിക് ആസിഡ് എന്ന് പറയുമ്പോൾ 63% ബൈ മാസാണ് ആ ഒരു പർട്ടിക്കുലർ ഇതിലുള്ളത്. അതുപോലെ ഡെൻസിറ്റി നോക്കുവാണെങ്കിൽ 1.4 gram per milliliter ആണ്. അപ്പോൾ വാട്ടറിൻ്റെ ഡെൻസിറ്റിയെക്കാളും കൂടിയതാണ് നൈട്രിക് ആസിഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഹൗ മെനി mls ഓഫ് ദ സൊല്യൂഷൻസ് ആർ റിക്വയർഡ് ടു പ്രിപ്പയർ. അപ്പോൾ ഇവിടെ എത്ര ml ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. ടു പ്രിപ്പയർ 250 ml ഓഫ് 1.2 മോളാർ നൈട്രിക് ആസിഡ് സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, 1.2 മോളാർ മൊളാരിറ്റി തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഇക്വേഷൻ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, എത്ര ml ആണെന്നല്ലേ. സോ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇവിടെ നോക്കേണ്ടത് എത്ര മോളാറാണെന്നോ, മീൻസ് നമ്മൾ മൊളാരിറ്റി തന്നിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് മൊളാരിറ്റിയുടെ ഇക്വേഷൻ എഴുതാം. സോ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു ഞാൻ നേരത്തെ പറഞ്ഞു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം
ഇൻറ്റു 1000 ആണല്ലോ. അപ്പോൾ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഉണ്ട്. ഓക്കെ, ഇവിടെ സൊല്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മോൾസ് ഇല്ല. സോ നമുക്ക് എക്സ് ആയിട്ട് അല്ലെങ്കിൽ എം ആയിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ മൊളാരിറ്റി തന്നിട്ടുണ്ട്. മൊളാരിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? 1.2 ആണ്. പിന്നെ ടോട്ടൽ വോളിയം 250 ml ആണ് ഇൻറ്റു 1000. ഓക്കെ, ഇനി എന്താ കൺസിഡർ ചെയ്യേണ്ടത്? ഇനി കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 250 ml അല്ലേ. സോ ഇത് രണ്ട് ക്യാൻസൽ ആയിപ്പോകുന്നു. സോ 4 വരുന്നു. പിന്നെ ഇത് നോക്കുവാണെങ്കിൽ എത്ര വരും? 0.3 എന്ന് വരും അല്ലേ. എം ഈസ് ഈക്വൽ ടു ഇപ്പോൾ എം ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 0.3 മോൾസും നമുക്ക് കിട്ടുന്നു. ഓക്കെ, അത്രയും കിട്ടിയില്ലേ? ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ അടുത്ത ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റിലെ ഈ ഒരു സെൻറ്റൻസ്, അതായത് 63% HNO3 മാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 100 ഗ്രാം കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൽ 63 ഗ്രാം എന്താണെന്നാ നൈട്രിക് ആസിഡ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ സബ്സിക്വൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫർദർ ആയിട്ടുള്ള ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഡെൻസിറ്റി 1.4 ഗ്രാം പെർ മില്ലി ആണ്. സോ അതിനെ ഡെൻസിറ്റിയുടെ മീൻസ് മാസിൻ്റെ ടേംസിൽ എഴുതുവാണെങ്കിൽ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണല്ലേ. സോ ഇവിടെ വോളിയം നമുക്കില്ല. സോ മാസ് ബൈ ഡെൻസിറ്റി എന്ന് പറയുമ്പം വോളിയം നമ്മൾ നോക്കുവാണെങ്കിൽ വോളിയം നോക്കുമ്പോഴത്തേക്ക് ഇവിടെ 100 ഗ്രാംസിലാണ് നമ്മൾ നോക്കേണ്ടത്. സോ 100 ഗ്രാം ബൈ 1.4 എന്ന് പറയുമ്പോൾ 1 മോൾ HNO3 നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി മൊളാരിറ്റിയുടെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൊളാരിറ്റി എന്താണ്? നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം ഇൻറ്റു 1000 എന്നാണ്. സോ ഇവിടെ 1 മോൾ നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്തിട്ടുണ്ട്. സോ 1 × 1000 × 1.4 അപ്പോൾ ഇത് നമ്മുടെ വോളിയത്തിൻ്റെ ആ ഒരു ഇതാണ്. സോ ഇവിടെ ന്യൂമറേറ്റർ വരുന്നത് എന്താണ്? 1.48 ഡിനോമിനേറ്ററിൽ വരുന്നുണ്ട്. ഇത് മേലോട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. ഇത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും? 14 മോൾസ് അല്ലെങ്കിൽ മോളാറാണ് നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഇനിയാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ എത്ര ml ആണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നാണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. സോ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു 14 × വോളിയം എന്ന് പറയുമ്പോഴത്തേക്കും എത്ര വരും? 0.3 മോളാറാണ് നമുക്ക് കിട്ടും. ഓക്കെ, സോ വോളിയം ഈസ് ഈക്വൽ ടു 14/0.3. സോ അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഓക്കെ, വി ഈസ് ഈക്വൽ ടു ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതായത് 0.3 upon 14 എന്നാണ് വരുന്നത്. സോ 0.3 × 14 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം എത്ര വരുമെന്ന്. 0.021 എന്ന് വരുന്നു. സോ ഈ കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മൾ ml കിട്ടി, ഇത് ലിറ്റേഴ്സിലാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരുന്നു? ഏകദേശം 21 ml എന്നാണ് നമ്മുടെ ഫൈനൽ ആൻസറായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ ml ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ലിറ്റേഴ്സിലാണ് കിട്ടിയത്. ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ ലിറ്റേഴ്സിലാണ്, കാരണം ഇവിടെ മൊളാരിറ്റി നമ്മൾ ചെയ്തപ്പം അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പം മൊളാരിറ്റി വെച്ചുള്ള പ്രോബ്ലംസ് ഇനിയും വരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.